പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാക്കിയ ഒരു യുദ്ധമില്ലാ കരാറിനെ ദുർബലപ്പെടുത്തുന്ന വിധത്തിൽ ചില സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ ലോകം മുഴുവൻ ചർച്ചയും ആശങ്കയുമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് ഒരു ഡ്രോൺ ആക്രമണം ഹോർമൂസ് കടലിടുക്കിലൂടെ പോയ ഒരു കപ്പലിന് നേർക്കുണ്ടായി. ടാങ്കറിന് ഡാമേജ് ഉണ്ടായി. അതേ തുടർന്ന് അമേരിക്കയുടെ സേന തിരിച്ചടിക്കാൻ ശ്രമിച്ചു. ഇറാൻ്റെ ഖിഷം ഐലൻഡിൽ ആക്രമണം നടത്തി. ഇറാൻ്റെ സ്റ്റോറേജുകളെല്ലാം, അതായത് ഡ്രോണുകൾ, മിസൈലുകൾ, റഡാറുകൾ, ഈ കേന്ദ്രങ്ങളിലേക്കെല്ലാം അമേരിക്കയുടെ സേന ആക്രമണം നടത്തി. അതിൻ്റെ മറുപടി എന്ന വണ്ണം ഗൾഫ് മേഖലയിലെ ചില അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് മേൽ തിരിച്ചടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ നടത്തിയ ആക്രമണം, ഡ്രോൺ അറ്റാക്ക്, അത് ബഹ്റിനിലേക്കാണ് ഇന്ന് വെളുപ്പിന് ആക്രമണം നടന്നത്. അതിനെ ഗൾഫ് രാജ്യങ്ങൾ മൊത്തത്തിൽ അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവവികാസങ്ങളിൽ തട്ടിമുട്ടി ഇപ്പോഴിതാ കരാർ ദുർബലമാവുകയും വീണ്ടും ഇങ്ങനെയുള്ള അസ്ഥിരമായ കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന ഭീതിയും ആശങ്കയും സംശയവും മേഖലയാകെ മാത്രമല്ല ലോകം മുഴുവനും വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുമോ എന്നുള്ളൊരു അസ്ഥിരാവസ്ഥ സംജാതമാവുകയും ചെയ്തിരിക്കുന്നു. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത് അടിക്ക് തിരിച്ചടി എന്നൊരു മാർഗമാണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. വയലൻസിനെ വയലൻസ് കൊണ്ട് നേരിടുന്ന രീതിയിലേക്കായിരിക്കും പോവുക ഇങ്ങനെയാണെങ്കിൽ എന്നുള്ള പ്രഖ്യാപനവും പുറത്തു വന്നിരിക്കുന്നു. വാഷിങ്ടണിൽ വെച്ച് ഇസ്രയേലും ലെബനോനും തമ്മിൽ സമാന്തരമായിട്ടൊരു ധാരണയുണ്ടാക്കിയിരുന്നു. ആ ധാരണ ഇപ്പോൾ അസാധുവായിരിക്കുന്നു എന്ന് ലെബനോനിലെ ഹിസ്ബുള്ള വിഭാഗം പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇന്ന് വാർത്തയായി വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുണ്ടാക്കിയ ധാരണ അതനുസരിച്ച് മാത്രം മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ ഇസ്രയേലും ലെബനോനും തമ്മിലുള്ള ഈ ഹിസ്ബുള്ള വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ധാരണയ്ക്ക് പ്രസക്തിയില്ല എന്ന മട്ടിലാണ് ഹിസ്ബുള്ളയുടെ മേധാവി നയിം ഖാസിം പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 28 രാവിലെ മുതൽ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന 10,000-ലധികം നാവികരുടെ കാര്യം ഞങ്ങൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നല്ലോ. അവരെ ഏതെങ്കിലും ഒരു പ്രത്യേക താൽക്കാലിക ഇടനാഴിയിലൂടെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനെയൊക്കെ താറുമാറാക്കുന്ന വിധത്തിൽ ഈ പുതിയ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ അറിയുന്നത്. ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുന്നു, അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം താൽക്കാലികമായ കോറിഡോർ വഴി ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾ, അവരുടെ വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ വീണ്ടും ഒരു ആശങ്കയിലേക്ക് നീങ്ങുന്ന രംഗങ്ങൾ ഈ ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ കാണുകയാണ്. ഇതിനിടയിൽ ഇന്ന് UAEയുടെ പ്രസിഡന്റും ലെബനീസ് പ്രസിഡന്റും തമ്മിൽ ഫോണിൽ സംസാരിച്ചു. ലെബനീസ് ജനതയ്ക്കും ഗവൺമെൻറ്റിനും നൽകുന്ന പിന്തുണ, UAE കൊടുക്കുന്ന പിന്തുണ, അതിൽ സന്തുഷ്ടിയും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് ലെബനീസ് പ്രസിഡന്റ് സംസാരിച്ചു എന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളിൽ കാണുകയാണ്. വീണ്ടും ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോകുന്നതിൽ വിലക്ക് വരുമെന്നോ, അതേ തുടർന്ന് അത്യാവശ്യ സാധനങ്ങൾ ലോകം മുഴുവനും കിട്ടാതെ വരുമെന്നോ, അതേ തുടർന്ന് വീണ്ടും വലിയ വലിയ വിലക്കയറ്റത്തിലേക്ക് പോകുമെന്നും സാധനങ്ങളുടെ ദൗർലഭ്യം വീണ്ടും അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള പേടി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പ്രകൃതി കരുതുള്ളിക്കൊണ്ടിതാ വെനസ്വേലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂകമ്പങ്ങൾ, അടിക്കടി ഉണ്ടായ 2 1000-ഓളം ആളുകൾ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ച റിപ്പോർട്ട് വരുന്നു. 921 നമ്പറാണ് വെനസ്വേലൻ ഭരണകൂടം ഇപ്പോൾ പറയുന്നത്. അതേ തുടർന്ന് അമേരിക്കയിൽ നിന്ന് അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തക സംഘം കൂടുതലായിട്ട് വെനസ്വേലയെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വാർത്ത വരുന്നു. മാത്രമല്ല, മണ്ണിനടിയിൽ കിടക്കുന്ന ജീവനുള്ള ആളുകൾ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങളും ആളുകളും രക്ഷാസേനയും സജീവമായി നിൽക്കുന്നു. 920 പേർ മരിച്ചു എന്ന റിപ്പോർട്ട് വരുമ്പോഴും അതിലധികം പേർ ഒരുപക്ഷെ ഭൂമിക്കടിയിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകാം. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരണം എന്ന അർത്ഥത്തിൽ റിപ്പോർട്ടുകൾ വരികയാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് മനുഷ്യന്മാരുണ്ടാക്കി വെച്ചേക്കുന്ന വിലകളും യുദ്ധങ്ങളും ആക്രമണങ്ങളും മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന കാര്യം കൂടി ഓർത്താൽ നല്ലത്. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.